എല്ലാവർക്കും നമസ്കാരം. കാട് കാട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. എന്നാൽ പേടിക്കണ്ട കേട്ടോ. നമ്മൾക്കെല്ലാവർക്കും ഒന്നിച്ചു കൂടി ഒരു കാട്ടിലേക്ക് പോകാം. ഈ കാടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നല്ലതുപോലെ നട്ടുവളർത്തിയ ഒരു കാടാണ്. അതെ, നട്ടുവളർത്തിയ ഒരു കാടാണിത്. പ്രകൃതിയിൽ എന്നും ഉണ്ടായിരുന്ന ഒരു കാടല്ല ഇത്. 1983-86 വർഷങ്ങളിൽ അന്നത്തെ ഇവിടുത്തെ സിറ്റി മേയർമാരുടെ ആഹ്വാനപ്രകാരം ഒട്ടേറെ യുവജനങ്ങൾ ഈ സ്ഥലത്ത് ഒന്നിച്ചുകൂടി 20,000-ഓളം മരങ്ങൾ ഇവിടെ നട്ടു. ആ മരങ്ങളാണ് ഇന്ന് വളർന്ന് വലുതായി ഇതുപോലെ ഒരു വലിയ ഒരു കാടായിട്ട് നിൽക്കുന്നത്. ഒരു പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ കാട് തന്നെയാണ്. ജൂൺ 5-ാം തീയതിയാണ് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്ന് സ്റ്റോക്ക്ഹോമിൽ കൂടിയ ലോക പരിസ്ഥിതി സമ്മേളനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നട്ടു വളർത്തപ്പെട്ട ഈ കാട്ടിലേക്ക് നമുക്ക് ഒന്ന് കയറി നോക്കാം. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്. കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്. കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. പ്രഭാതമെന്നോട് കൂടി ഇതിൽ ജനിക്കും, എന്നും ത്രിസന്ധ്യ ചിതയൊരുക്കും. എന്നും പ്രഭാതമെന്നോട് കൂടി ഇതിൽ ജനിക്കും, എന്നും ത്രിസന്ധ്യ ചിതയൊരുക്കും. ഇതുവഴി കടന്നു പോകും. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്. കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊൻ